അണ്ണാ എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ് ഒരു പ്രശ്നമില്ലടാ. അല്ല ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ ശോഭാരാജ് ഏറ്റിരിക്കുന്നത്. അവളെ ഇപ്പൊ പരലോകം എത്തിക്കാണ്. ഇനി എങ്ങാനോട് വന്നാലോ അണ്ണാ? ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള് അവളെ അയാള് പൊക്കി. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞു ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? കരയല്ല അമ്മ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്നറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ടേ, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. ഇപ്പത്തെ പെമ്പിള്ളേ ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തരെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ട് ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായൊരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന് ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. നല്ല തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതും അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവെന്ന് പറഞ്ഞു നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ ഒന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടി ആയിരുന്നു ഇവിടെ. എന്താടാ നിനക്ക്? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാ മാത്രം മതി. നീയൊക്കെ കൂടിയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷോട്ടെ? ഇയാള് കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടണേക്കാലം വരെ ഞാൻ ചാവണതാ. ഗുഡുവിന് ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും.
നീ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി രണ്ടിൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് ഭ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. ആഹാ, എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി കേട്ടാ. ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു ചേർന്നു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാ മതി. നീ അവളെ കൊല്ലുക തിന്നുക എന്താ ചെയ്തോ. ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. എന്താ വാ. മുഹൂർത്തായി. നീ മണ്ഡപത്തിലേക്ക് ഇറങ്ങി. അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്ത് എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് വാ, ആരെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കടാ. ആരുമില്ല. എന്നാ നീ കൊടുക്കും. ഞാൻ കൊടുക്കൂല. ഞാൻ രണ്ടാം പ്രതി ആയിക്കോളാം. ഒന്നാം പ്രതി ആവൂല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. എന്നാ നീ കൊടുക്കും. എനിക്ക് വശം കൊടുത്തില്ല, കൊണ്ട് കൊടുക്കട്ടെ. ഒന്ന് കൊടുക്കടാ. എന്നെ വിട്ടേക്ക് ശിവന പ്ലീസ്. ഒന്നും കാണാൻ പറ്റില്ല. സീൻ പിടിച്ച് കണ്ടിട്ട് ക്ലച്ച് പോകുന്നു. എന്താണ് പ്രശ്നം? എന്താണ് അവിടെ തർക്കം? അല്ല, ഈ ജ്യൂസ് കൊടുക്കാനായിട്ട്. ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണമ്മ. അതിനെ പറ്റിയുള്ള തർക്കണം. ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി. അത്രേ ഉള്ളോ? അതെ. അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൊടുക്കാ. നീ അല്ല മാവാ, അത് പോടാ പോടാ വാ. പോവാൻ. ഒന്നാം പ്രതി ആവാൻ ഒരാളെ കിട്ടിയിടവേ. എടാ, അത് അയാൾ നമുക്ക് കൊടുക്കൂ. കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ ഒന്ന് പോണായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. എന്റെ പറയപ്പ അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ, സമയമല്ലോ. അതെ വത്സലേ, അതെ കുട്ടി റെഡി ആയി വരാൻ പറ. അല്ലേ അങ്ങോട്ട് കയറാം. അയ്യോ അതെ, പണി പാളിയെന്ന് തോന്നുന്നു. അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്ന. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്കും മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ? നീ അവിടെ ഇരിക്കേ, ഒന്ന് അഡ്ജസ്റ്റ്. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അവള് ചത്തല്ലേ? പിന്നെ മോളെ, മോളെ, സിന്ധു, സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണത്. വത്സലേ, വത്സലേ, ശാന്തേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുഴയുന്നല്ലോ കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇവിടുന്ന് എവിടെ പോയി? എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിഞ്ഞില്ല. എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ. എടുത്ത്. ഹലോ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും.
ആ എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടമൊക്കെ ആ പാലത്തിനടുത്ത്? ഓ പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. ഓ